എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 318ാമത്തെ വീഡിയോ ആണ്. നമ്മുടെ ബുക്ക് റിവ്യൂ നോക്കുമ്പം 23ാമത്തെ വീഡിയോ ആണ്. അതായത് മെസ്സേജസ് ഫ്രം ദ മാസ്റ്റേഴ്സ് ബൈ ഡോക്ടർ ബ്രെയിൻ ബേസ്. ഈ ബുക്കിൽ നിന്നാണ് നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാപ്റ്റർ ബൈ ചാപ്റ്റർ നമ്മൾ നല്ല വിസ്തരിച്ച രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അത്രയും കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതായത് ഡോക്ടർ ബ്രെയിൻ ബേസിന് അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻ സമയത്ത് അദ്ദേഹത്തിൻ്റെ മാസ്റ്റേഴ്സ് വന്ന് ഡോക്ടറിന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പേഷ്യൻസിനെ ഹിപ്നോസിസ് ചെയ്യുമ്പം അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഇതെല്ലാം ആര് നിനക്ക് പറയുന്നു എന്ന് കേൾക്കുമ്പം മാസ്റ്റേഴ്സാണ് പറയുന്നതെന്നും പറയുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒന്നിച്ച് ചേർത്താണ് ഡോക്ടർ ഇത്രയും വലിയ ഒരു പുസ്തകം തന്നെ എഴുതിയത്. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാനും ഒന്നിനെയും സ്കിപ്പ് ചെയ്യാതെ പോകുന്നത്. ഓക്കെ, അപ്പം വീഡിയോസ് വലുതായിരുന്നാലും നിങ്ങൾ ക്ഷമിക്കുക. ജെന്യുവിനായിട്ട് സത്യസന്ധമായിട്ട് ഈ വക കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതൊന്നും ഒരു ലെങ്ത് ഒന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് എൻ്റെ. എന്നുവെച്ചാൽ ഞാൻ ഇപ്പം ഇത്രയും സംസാരിക്കുമ്പോഴും എനിക്ക് സമയം പോകുന്നതേ അറിയുന്നില്ല. എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ഇത് തന്നെയാണ് എന്നുള്ള ഒരു അത്രയും ഇൻവോൾവ്മെൻറ്റോട് കൂടിയാണ് ഞാൻ പറയുന്നത്. എന്നുവെച്ചാൽ ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പം എൻ്റെ മെഡിറ്റേഷനെ എനിക്ക് മാസ്റ്റേഴ്സ് വന്ന് പറഞ്ഞാലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്നല്ല. ഒരു ഡോക്ടർ ഇത്രയൊക്കെ പറയുമ്പം അത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എന്ത് പാഠം പഠിക്കാം, അതാണ് അവിടെ വലുത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ ക്ഷമയോടുകൂടി നല്ല രീതിയിൽ ലെങ്തി ആയിട്ടിരുന്നെങ്കിലും സാരമില്ല എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നത്. നിങ്ങളും സഹകരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അതുകൊണ്ടാണ്, അല്ലാതെ എനിക്ക് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കണമെന്നുള്ള യാതൊരു ഇതുമില്ല. നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്, എൻ്റെ സമയവും വിലപ്പെട്ടതാണ്. ഓക്കെ, എന്നിട്ടും ഞാനിത് പറയുന്നുണ്ടെങ്കിൽ അതിൽ അത്രയും വെയിറ്റ് ഉണ്ട് കാര്യങ്ങൾ, അതാണ്. ഓക്കെ, അപ്പം ഈ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ 317ാമത്തെ വീഡിയോയിൽ ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ ആരാ, ഗുരു എന്ന് വെച്ചാൽ എങ്ങനെ ഇരിക്കണം, ആരെയൊക്കെ നിങ്ങൾ വിശ്വസിക്കേണ്ടേ എന്നൊക്കെ നമ്മൾ നോക്കി. അതുമാത്രമല്ല, കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഈ 12ാമത്തെ ചാപ്റ്ററിൻ്റെയും കുറച്ചും കൂടെ എടുത്തു. അതായത് സൈക്കിക്സ് ആൻഡ് മീഡിയംസ് എന്നാണ് 12ാമത്തെ ചാപ്റ്റർ. ഈ സൈക്കിക്സ് ആൻഡ് മീഡിയംസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അതായത് സ്പിരിറ്റ് ലെവലിൽ ഹയർ ലെവലിൽ ഇരിക്കുന്നവർ. സ്പിരിറ്റ് അതായത് മരിച്ച പിന്നീട് നമ്മുടെ ആത്മാവ് പല തളങ്ങളിൽ പോകും. ഏത് തളത്തിൽ പോകുന്നു എന്നുള്ളത് നമ്മളുടെ ആത്മാവിൻ്റെ ലെവല് അനുസരിച്ചാണ് പോകുന്നത്. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, ഈ വേൾഡ്, നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്നത് 3D വേൾഡാണ്. അപ്പോൾ ഇതിനേക്കാട്ട് 11D വേൾഡ് വരെ ഉണ്ടെന്നാണ് ഇപ്പോൾ ആൾക്കാർ പറയുന്നത്. അതായത് ആൾക്കാർക്ക് കൂടുതൽ അറിവ് കിട്ടിക്കൊണ്ടിരിക്കുവാണ്. അപ്പം 4D വേൾഡ് ഉണ്ട്, 5D വേൾഡ് ഉണ്ട്, 6D വേൾഡ് ഉണ്ട്, 7D വേൾഡ് ഉണ്ട്. ഈ ഓരോ ഡയമെൻഷൻ, D എന്ന് വെച്ചാൽ ഡയമെൻഷൻ, 3 ഡയമെൻഷൻ, 4 ഡയമെൻഷൻ, 5 ഡയമെൻഷൻ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഈ 5ാമത്തെ 6ാമത്തെ ഡയമെൻഷൻ ഉള്ള വേൾഡിനെയാണ് ലൈറ്റ് വേൾഡ് എന്ന് പറയുന്നത്. അവിടെ ഭയങ്കര പ്രകാശമായിരിക്കും. വേറൊന്നുമല്ല, നമ്മുടെ പുരാണ കഥകളിലൊക്കെ 7 14 ലോകം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ലയോ? അതൊക്കെ തന്നെയാണ് ഈ ലെവൽസ്, ഈ 5D 6D 7D 8D എന്നൊക്കെ പറയുന്നത്. ഈ ഓരോ ലെവലിനെയും ഓരോ തളം, ഓരോ പ്ലെയിൻ എന്നാണ് ഇംഗ്ലീഷിൽ. പ്ലെയിൻ എന്ന് വെച്ചാൽ ഓരോ തളം, ഓരോ ലെവൽ, തട്ടുതട്ടായിട്ട് ഇരിക്കുന്നു എന്നാണ്. ഇതിനെക്കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആൾക്കാർക്ക് അഥവാ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചാണ് ഞാൻ വീണ്ടും ഇതിനെ ആവർത്തിക്കുന്നത്. അപ്പം ഇപ്പോൾ ഒരാൾ മരിക്കുമ്പം ആ ആളിൻ്റെ ആത്മാവ് 4Dയിൽ പോകണോ 5D പോകണോ 6D പോകണോ എന്നൊക്കെ പറയുന്നതിന് എവിടാ പോകുന്നതെന്ന് തീരുമാനിക്കപ്പെടുന്നത് തന്നെ ആ ആത്മാവിൻ്റെ ലെവൽ അനുസരിച്ചാണ്. അതായത് നല്ല മെച്യൂർഡ് സോളാണ്, ഓൾഡ് സോളാണ് എന്ന് പറഞ്ഞാൽ നേരെ അത് 5D വേൾഡ് 6D 7D 8D എന്നൊക്കെ പോകും.
അതേ സമയത്ത് കുറച്ചൊക്കെ ഒരു ചെറിയ എന്തുവാ ഇൻഫൻറ്റ് സോളാണ് എന്ന് പറഞ്ഞാൽ അത് 3D വേൾഡിൽ നിന്ന് 4D വേൾഡിനെ പോയി എത്തത്തുള്ളൂ. അവിടെ കുറച്ച് കാലം ഇരുന്നിട്ട് തിരിച്ചും കുറേ പാഠങ്ങൾ അതിന് പഠിക്കാനുണ്ട്. ഇൻഫൻറ്റ് സോളാണ്. ഇൻഫൻറ്റ് എന്ന് വെച്ചാൽ ജനിച്ച കുഞ്ഞാണ് ഇൻഫൻറ്റ്. അപ്പോൾ അത്രയും ചെറിയ ഇളം പ്രായത്തിലുള്ള സോളാകുമ്പം, ആത്മാവാകുമ്പം അതിന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് വീണ്ടും അത് ഈ ഭൂലോകത്ത് ജന്മങ്ങളെടുത്ത് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതൊക്കെയാണ് കാരണം. അതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതുമാത്രമല്ല, ഗൗതമ ബുദ്ധ പറഞ്ഞു, ഞാൻ 400 ജന്മങ്ങൾക്ക് മോളി എടുത്തതാണ്. അപ്പം നമ്മളൊക്കെ ഇനി എത്ര ജന്മം എടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ മനസ്സിൽ കടന്ന് ഓടുന്ന ഒരു പ്രയാസം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം അതിലേ ഇത് എന്തുവാ, ഈ സൈക്കിക്സ് എന്ന് പറയുന്നവർ കുറച്ചുകൂടെ ഉയർന്ന തലത്തിലുള്ള സ്പിരിറ്റാണ്. അവർക്ക് ഇൻറ്റ്യൂഷൻ പവർ കൂടുതലാണ്. അവർക്ക് കുറേ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതേമാതിരി ഈ മീഡിയം എന്ന് പറയുന്നതെല്ലാം കൂടെ ഞാൻ കൊച്ചിലെ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ചില എൻ്റെ ക്ലാസ്മേറ്റ്സൊക്കെ പറയും, എന്തുവാ, രാത്രിയാകുമ്പം ഒരു മീഡിയത്തിനെ വരുത്തും, അവരിങ്ങനെ പലതും അടുക്കി പറക്കി വയ്ക്കും. അതിനകത്ത് മീഡിയം വരുമ്പോൾ ആ കോയിൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അങ്ങനെ ഇങ്ങനെയാണെന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ കഥ പോലെ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നത്. അപ്പം ഈ സൈക്കിക് ആൻഡ് മീഡിയംസ് എന്ന് പറയുന്നത് അവരൊക്കെ ഉയർന്ന തലത്തിലുള്ള സ്പിരിറ്റ്സാണ്, ആത്മാക്കളാണ്. അവർക്ക് പലരെക്കുറിച്ചും മനസ്സിലാക്കാൻ പറ്റും. അതായത് അതേ വേൾഡിൽ, അതേ പ്ലെയിനിലുള്ള മറ്റ് ആത്മാക്കളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. താഴെ ഉള്ള 3D വേൾഡായ നമ്മളുടെ 3 ഡൈമെൻഷണൽ പ്ലെയിനായ നമ്മളുടെ ഭൂമിയിലുള്ള ആൾക്കാരുടെ, നമ്മളുടെ മനസ്സിൽ കിടന്ന് ഓടുന്ന ചിന്തകൾ, അതെല്ലാം കൂടെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നുവെച്ചാൽ അവർക്ക് അത്രയും സൈക്കിക് പവറുണ്ട്. സൈക്കിക് പവർ എന്ന് വെച്ചാൽ ഇൻറ്റ്യൂട്ടീവ് പവർ എന്ന് വെച്ചാൽ ഉള്ളിൽ അവർക്ക് ഒരാളിനെ കണ്ട ഉടനെ മനസ്സിലാക്കുന്ന ഒരിത്. അതാണ് ഈ തേർഡ് ഐ ആക്ടിവേറ്റ് ആവുന്നവർക്കൊക്കെ വരുന്ന ഗുണങ്ങൾ. ഓക്കെ, ഇപ്പോൾ സദ്ഗുരുവിൻ്റെ മുമ്പിൽ നമ്മൾ പോയി നിൽക്കുമ്പം എന്തുവാ നമ്മൾ ചിന്തിക്കുന്നേ, നമ്മുടെ മനസ്സിൽ ഓടുന്ന ചിന്ത എന്തുവാന്നുള്ളത് അദ്ദേഹം അപ്പം തന്നെ പറയാൻ പറ്റും. അതൊക്കെയാണ് സൈക്കിക്, മിസ്റ്റിക് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇപ്പം ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് മാത്രമല്ല, നമ്മൾ സ്പിരിച്വൽ ബീയിങ്സാണ്. അതായത് എല്ലാവർക്കും ഓരോ സ്പിരിറ്റുണ്ട്. സ്പിരിറ്റ് എന്ന് വെച്ചാൽ ആത്മാ. അപ്പം നമ്മളുടെ ദേഹമോ മനസ്സോ ഒരു കാര്യമേ അല്ല. നമ്മളുടെ ആത്മാവിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അതാണ് ആത്മീയത, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതിനും മതത്തിനും യാതൊരു സംബന്ധവുമില്ല. ഓക്കെ, അതും ഇതും കൂടെ ഇതെല്ലാം എപ്പോഴും നമ്മുടെ മനസ്സിൽ ക്ലിയറായിട്ട് വെച്ചോണം. ഓക്കെ, സ്പിരിച്വാലിറ്റി വേറെ, റിലിജൻ വേറെ, മതം വേറെ, ആത്മീയത വേറെ. ഓക്കെ, അപ്പം ഇതിലെ നമുക്കും ഈ സൈക്കിക്കാവാം, നമുക്കും മീഡിയമാകാം. പക്ഷേ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒരു മീഡിയമായി ഒരുപാട് പേരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗൺലോഡാകും, നമ്മുടെ മനസ്സിൽ ഡൗൺലോഡാകും. ആകാശിക് റെക്കോർഡ്സിൽ നിന്നൊക്കെ കിട്ടും. അത് നമ്മൾ പറയുക മറ്റവർക്ക്. അതാണ് മീഡിയത്തിൻ്റെ ജോലി. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് ചിലർക്ക് അത് ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് ഉയർന്ന തലത്തിൽ നിന്ന് 5D 6D വേൾഡിൽ നിന്ന് ഞാൻ മീഡിയമായിട്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അവർ മനുഷ്യരൂപത്തിൽ ഇവിടെ വന്ന് നിൽക്കുന്നു. അവർ പലരെയും സഹായിക്കുന്നു. അത് ചിലരുടെ ഇഷ്ടം, ചില സോളിൻ്റെ ആഗ്രഹം. പക്ഷേ ഞാൻ പറയുന്നത് എല്ലാവരും അതിനകത്തൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മൾ സൈക്കിക് ആവണം, അല്ലെങ്കിൽ ഒരു മിസ്റ്റിക് ആവണം, അല്ലെങ്കിൽ വലിയ ഒരു മീഡിയം ആവണം എന്നൊന്നും എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് അതിനേക്കാട്ടിലും മുന്നോട്ട് പോകണം, കൂടുതൽ. അത് ഈ ജന്മത്ത് ഈ ഭൂമിയിലിരിക്കുന്നവരെ എത്രയോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. എനിക്ക് എന്നെ തന്നെ നന്നാക്കാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്നെ ഞാൻ നന്നാക്കണം, മറ്റവരെയും നന്നാക്കണം.
ആയുസ്സുള്ളവരെ അത്രയൊക്കെ ചെയ്യണം, സർവീസ് ചെയ്യണം, സഹായിക്കണം. ആയുസ് തീർന്നോ, സമയം വന്നോ, പോവുക, അത്രയേ ഉള്ളൂ. ഹാപ്പി ആയിട്ട് പോവുക, അവിടെ പോയി ബാക്കി കാര്യങ്ങൾ ചെയ്യുക. അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മീഡിയ ആകണം. ഇപ്പം 4-5 എക്സാമ്പിൾ ഇതിനകത്ത് കുറിച്ച് പറഞ്ഞു എന്ന് വിചാരിച്ച് ഞാൻ മീഡിയ ആകാൻ എന്തൊക്കെ വഴിയുണ്ട്, അതിൻ്റെ പുറകിൽ പോകാം. ആരെങ്കിലും മീഡിയ ഒന്ന്, അപ്പോൾ ഉടനെ നമ്മൾ യൂട്യൂബിലെടുത്ത് സെർച്ച് ചെയ്യാൻ നോക്കും. കുറേ അതിനെക്കുറിച്ചുള്ളത് ആരെങ്കിലും പറയും, ഞാൻ നിങ്ങളെ മീഡിയ ആക്കി തരാം. അതിൻ്റെ പുറകിലൊന്നും പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ. പിന്നെ ഇപ്പം നമുക്ക് ഇൻറ്റ്യൂട്ടീവ് പവേഴ്സ് എന്ന് പറയുന്നത് ഇഷ്ടം പോലെ നമുക്കുണ്ട്. പക്ഷേ അതും പെണ്ണുങ്ങൾക്കാണ് ഇൻറ്റ്യൂട്ടീവ് പവേഴ്സ് കൂടുതൽ. എന്താണെന്ന് വെച്ചാൽ, പെണ്ണ് എന്ന് പറയുമ്പോഴേ പെണ്ണിന് ഒരു കുഞ്ഞിനെ താങ്ങാനുള്ള ഒരു ശക്തിയുണ്ട്, ഒരു ഗർഭപാത്രമുണ്ട്, വേറൊരു ജീവനെ ഈ ലോകത്ത് കൊണ്ടുവരാനുള്ള ഒരു മീഡിയമാണ് ഒരു പെണ്ണിൻ്റെ ദേഹം. അപ്പോൾ ആ പെണ്ണിന് അതിനേറ്റ പോലെ അലേർട്ടായിട്ടിരിക്കണം, ഡേഞ്ചർ വരാതിരിക്കണം. അപ്പം പെണ്ണുങ്ങൾക്ക് കൂടുതൽ ഇൻറ്റ്യൂട്ടീവ് പവേഴ്സ് തന്നിട്ടുണ്ട്. നാച്ചുറലായിട്ടേ അങ്ങനെ കൂടുതലുണ്ട്, വേറൊന്നും വേണ്ട. പക്ഷേ നമുക്ക് എപ്പം ഈ ഇൻറ്റ്യൂട്ടീവ് പവേഴ്സ് കൂടിക്കൊണ്ട് വരുമെന്ന് വെച്ചാൽ, നമ്മൾക്ക് ആ ഇൻറ്റ്യൂട്ടീവ് പവേഴ്സ്, അതായത് ഉൾവിളി, ഉള്ളിൽ നിന്ന് ഒരു വിളി വരുമ്പം അത് അതിനെ കേൾക്കാൻ പഠിക്കണം. കേട്ടില്ല, അശ്രദ്ധയായിട്ട് വിട്ടുപോയാൽ പിന്നെ കൂടുതൽ ആ ഇൻറ്റ്യൂട്ടീവ് പവേഴ്സ് നമ്മളുടെ ദേഹത്ത്, നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കത്തില്ല. ഞാൻ ഒരു ചെറിയ 2 കാര്യം പറയാം. കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യമാണ്, എൻ്റെ ലൈഫിൽ നടന്നതാണ്. അപ്പം എനിക്ക് മണ്ടേക്കാട് എന്നുള്ള ഒരു സ്ഥലത്ത്, കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ്, അവിടെ ഒരു സ്കൂളിൽ പോകണമായിരുന്നു. എൻ്റെ ഗ്രാമർ ബുക്സൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് എനിക്ക് ചില കാര്യങ്ങൾ അവരുടെ അടുത്ത് സംസാരിക്കണമായിരുന്നു. പക്ഷേ അത് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്, അവിടെ പോകണം. ഇപ്പം ജപ്പാനിൽ നിന്ന് വന്നേ പിന്നീട് വേണം അവരെ നേരിട്ട് കാണാൻ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ ഒരു ബന്ധത്തിലുള്ള ഒരു മരിപ്പുണ്ടായിരുന്നു. അപ്പം അവരുടെ സഞ്ചാനിയായിരുന്നു. അപ്പം സഞ്ചാനിയത്തിന് എനിക്ക് പോകണമായിരുന്നു. അപ്പം എനിക്കാണെങ്കിൽ വന്ന് 2-3 ദിവസത്തിനകം നല്ല ജലദോഷം, പനിയും കഫം അങ്ങ് അടഞ്ഞു. അപ്പം എനിക്ക് വലുതായിട്ടൊന്നും അങ്ങ് സഞ്ചാനയത്തിന് പോകാനുള്ള ഒരു ആരോഗ്യമില്ല. എന്നാലും ഞാൻ കാറെടുത്തുകൊണ്ട് പോയി. സഞ്ചാനയത്തിന് പോയിട്ട് വരുന്ന സമയത്ത് ആ മണ്ടക്കാട് ഭഗവതി ക്ഷേത്രം നിങ്ങൾക്കെല്ലാം അറിയാം. ഞാൻ എപ്പം പോയാലും ക്ഷേത്രത്തിൽ കയറി തൊഴുതിട്ടേ വരത്തുള്ളൂ. അപ്പം മണ്ടക്കാട് ക്ഷേത്രം വഴിയല്ല പോയേ. പക്ഷേ മണ്ടക്കാട് നിന്ന് എനിക്കൊരു ലേബിൾ കണ്ടു, ഒരു ബോർഡ് കണ്ടു. അപ്പം ഞാൻ കുറച്ചും കൂടെ അലേർട്ടായിട്ടിരുന്നിരുന്നെങ്കിൽ അന്ന് തന്നെ സഞ്ചാനിയം കഴിഞ്ഞിട്ട് ആ സ്കൂളിൽ കയറി എൻ്റെ കാര്യങ്ങൾ നടത്തിയിട്ട് വരാമായിരുന്നു. എനിക്കപ്പം ദേഹാരോഗ്യം ശരിയില്ലാത്തതുകൊണ്ട് എൻ്റെ ബോർഡ് കണ്ടു. അതായത് യൂണിവേഴ്സ് എനിക്ക് പറഞ്ഞു തന്നു, നിനക്ക് ഈ സ്കൂളിൽ പോകണമെങ്കിൽ ഇപ്പം പൊയ്ക്കോ ഒന്ന്. പക്ഷേ എനിക്കപ്പം തോന്നിയില്ല. അപ്പോൾ ഇൻറ്റ്യൂഷൻ എനിക്ക് പറഞ്ഞു, പക്ഷേ ഞാനത് ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിച്ചില്ല. അതുകൊണ്ട് ഞാൻ നേരെ കാറ് വിടാൻ പറഞ്ഞു, വീട്ടിൽ വന്നു. 12-നകം വീട്ടിൽ വന്നു. പിറ്റേ ദിവസം വീണ്ടും അതേപോലെ കാറെടുത്തുകൊണ്ട് നേരെ സ്കൂളിൽ പോയി. അപ്പം പോയിട്ട് വന്നപ്പോൾ മണി 3 അപ്പോൾ അന്ന് ഫുൾ ഡേ വേസ്റ്റായോ? അത് തലേ ദിവസമേ ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഒരു കല്ലിൽ 2 മാങ്ങ, സഞ്ചാനിയോ അറ്റൻഡ് ചെയ്തു, സ്കൂളിലും പോയി എന്നായിരുന്നേനെ. ഇങ്ങനെയൊക്കെയാണ് യൂണിവേഴ്സ് നമുക്ക് ചില കാര്യങ്ങൾ കാണിച്ചു തരും. പക്ഷേ ഇതിനാണ് ഇൻറ്റ്യൂട്ടീവ് പവർ എന്ന് പറയുന്നത്. പക്ഷേ ഞാനത് കണ്ടിരുന്നെങ്കിൽ, കുറച്ചും കൂടെ ചിന്തിച്ചിരുന്നെങ്കിൽ എനിക്ക് 2ാമത്തെ യാത്ര ഒഴിവാക്കാമായിരുന്നു, ഇല്ല. അതേപോലെ വേറൊരു കാര്യം, ഞങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെ ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതായത് നവംബർ 1 തൊട്ട് 30-ാം തീയതി വരെ ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുത്താലേ ഡിസംബർ മാസത്തെ പെൻഷൻ നമുക്ക് ക്രെഡിറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അത് എനിക്കറിയാം, എല്ലാ വർഷവും കൊടുക്കുന്നതാണ്. അപ്പം ഞാൻ ഇപ്രാവശ്യം ഒക്ടോബർ, നവംബർ, ഡിസംബർ ജപ്പാനിലുള്ളതുകൊണ്ട് ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൻ്റെ കാര്യം മറന്നു.
ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെയും രാവിലെയും മെഡിറ്റേഷൻ ചെയ്യും, പൂജയൊക്കെ ചെയ്യും, വൈകുന്നേരവും പൂജ ചെയ്യും. ചില ദിവസങ്ങളിലൊക്കെ പ്രത്യേക ദിവസങ്ങളിൽ ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യും. ദിവസവും സന്ധ്യയ്ക്ക് ലളിതാ സഹസ്രനാമം വായിക്കും. അങ്ങനെ അവിടെ ജപ്പാനിലായിരുന്നാലും എവിടെ ഇരുന്നാലും ഞാനത് ചെയ്യും കൃത്യം. രാവിലെ ഒരു 2 മണിക്കൂർ റേക്കിയുടെ ഹീലിംഗ് ചെയ്യും. അങ്ങനെയൊക്കെ. അപ്പോൾ രാവിലെ ഒരു 2 മണിക്കൂർ, വൈകുന്നേരം 1-1.5 മണിക്കൂർ ഇതിന് ഞാൻ ചിലവിടും. അവിടെയും എനിക്ക് നല്ല സമയം കിട്ടി, എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഒരു ദിവസം ഡിസംബറിൽ എനിക്ക് ഒരു ഫ്ലാഷ് ഇങ്ങനെ പോയി. ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലല്ലോ നവംബറിൽ എന്ന് ഒരു ഫ്ലാഷ് മാത്രം ഇങ്ങനെ പോയി. അതിനിടയ്ക്ക് ശരി എന്ന് വിചാരിച്ചു. പിന്നെ പൂജയൊക്കെ കഴിഞ്ഞു, വന്നു, അടുക്കളയിൽ കയറി, കഴിച്ചു, എല്ലാം ചെയ്തു. അങ്ങനെ അതിനെക്കുറിച്ച് കംപ്ലീറ്റായി മറന്നു. ഡിസംബർ 31-ന് എല്ലാ മാസവും ആ ലാസ്റ്റ് വർക്കിംഗ് ഡേയുടെ അന്ന് പെൻഷൻ ക്രെഡിറ്റ് ആവുന്നതാണ്. ഡിസംബർ 31-ന് എനിക്ക് വേറൊരു പേയ്മെൻറ്റ് അത്യാവശ്യം ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം വേറെ പിന്നെ പറയാം. അത്യാവശ്യം അന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ്. നല്ല ഒരു എമൗണ്ടും ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പെൻഷൻ വന്നാൽ അതിൽ നിന്ന് എടുത്ത് കൊടുക്കാം എന്ന് വിചാരിച്ചു. രാത്രി 8 മണി വരെ നോക്കിയിട്ടും ഡിസംബർ 31-ന് പെൻഷൻ ക്രെഡിറ്റ് ആയിട്ടില്ല. പിന്നെയാണ് ടക്കെന്ന് എനിക്ക് ഓർമ്മ വന്നത്. അന്നേ എനിക്ക് കാണിച്ചു തന്നു, ലൈഫ് സർട്ടിഫിക്കറ്റ് ഞാൻ കൊടുത്തില്ല, അതുകൊണ്ടാണ് നവംബറിൽ കൊടുക്കാത്തതുകൊണ്ട് ഡിസംബറിൽ പെൻഷൻ പിടിച്ചു വെച്ചു. അപ്പം അന്ന് പൂജയിലിരുന്നപ്പം ജസ്റ്റ് ഒരു ഫ്ലാഷ് വന്നു. പക്ഷേ അതിനെ ഞാൻ ഫോളോ അപ്പ് ചെയ്തിരുന്നെങ്കിൽ മര്യാദയ്ക്ക് ഇപ്രാവശ്യം പെൻഷൻ കിട്ടിയിരുന്നേനെ ഈ മാസം. ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് മാസ്റ്റേഴ്സ് വന്ന് നമ്മുടെ മുന്നിൽ നിന്ന് ഡീറ്റെയിലായിട്ട് പറയണമെന്നില്ല. ഇതൊക്കെ ഈ ഇൻറ്റ്യൂഷൻ, ഉൾവിളി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിലാണ് നമുക്ക് കണ്ണിൽ വന്നിട്ട് പോകുന്നത്, അല്ലെങ്കിൽ മനസ്സിൽ വന്നിട്ട് പോകുന്നത്. അതിനെ നമ്മൾ പിടിക്കാൻ തയ്യാറായിരിക്കണം, അതിനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ തയ്യാറായിരിക്കണം. അപ്പോൾ ഈ 2 പ്രാവശ്യവും എനിക്ക് പാളിച്ച വന്നത് എൻ്റെ ഇൻറ്റ്യൂട്ടീവ് പവറിനെ ഞാൻ ഇഗ്നോർ ചെയ്തു. അതിന് വലിയ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തില്ല. അതുകൊണ്ട് ഞാൻ ലൈഫിൽ ഒരു സഫറിങ് എന്ന് വെച്ചാൽ, അന്ന് എനിക്ക് ഡിസംബർ 31-ന് ഒരു പേയ്മെൻറ്റ് ഉണ്ടായിരുന്നു കൊടുക്കാൻ, അത് ഞാൻ കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ജനുവരി 1-നാണ് ഞാൻ വേറെയൊക്കെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കെട്ടേണ്ടിയ പൈസ കെട്ടി, എന്നാലും പറയുക. അപ്പോൾ ഇതാണ് ഇൻറ്റ്യൂട്ടീവ് പവേഴ്സ്, സൈക്കിക് എബിലിറ്റീസ് എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം. ഓക്കെ. ഇപ്പം ഇതിൽ ഇനി ഒരു ചെറിയ കാര്യം കൂടെ ഈ 12ാമത്തെ ചാപ്റ്ററിൽ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഒരുപാട് ലെങ്തി ആകുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തതാണ്. പക്ഷേ എനിക്കിത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇത് കേൾക്കുന്നതിൽ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടും, അതുകൊണ്ടാണ്. അതായത് ഇത് ഒരു അമ്മയ്ക്കും അച്ഛനും ഉണ്ടായ അവരുടെ മകൻ്റെ ഡെത്താണ്. അതായത് 1994 ഒരു ഭാര്യയും ഭർത്താവിൻ്റെയും ഒരു മകൻ 13 വയസ്സ് ഉള്ള അവരുടെ മകൻ പെട്ടെന്ന് ഹാർട്ടിലേതോ പ്രോബ്ലം വന്ന് മരിച്ചു. ഇപ്പോൾ 13 വയസ്സൊക്കെ ആയ കൊച്ച് നമ്മൾ സ്കൂളിൽ അയക്കുന്നു, പഠിക്കുന്നു, ഇനി അത് വലുതാകും. എത്രയോ സ്വപ്നങ്ങളാണ് പേരൻസ് കൊച്ചിൻ്റെ പുറത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സഡൻ ഡെത്ത് എന്ന് പറയുമ്പം ഭയങ്കര ഒരു ഷോക്കായിരുന്നു. അതിലും ഞാൻ പറയാം, നമ്മളുടെ നമ്മളുടെ എതിരിക്ക് പോലും, അതായത് നമ്മളുടെ എനിമിക്ക് പോലും, അതായത് ശത്രുവിന് പോലും, എനിമി എന്ന് വെച്ചാൽ ശത്രുവിന് പോലും ഇങ്ങനെ ഒരു കാര്യം നടക്കരുത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് നമ്മളെല്ലാം വയസ്സാകുന്നു, മരിക്കുന്നു, അത് സ്വാഭാവികമാണ്, അത് നോർമലാണ്. പക്ഷേ അമ്മയും അച്ഛനും ജീവിച്ചിരിക്കുമ്പം അവരുടെ മക്കളെ മരിക്കുന്നു എന്ന് പറയുന്നത് ആർക്കും താങ്ങാൻ വയ്യാത്ത ഒരു കാര്യമാണ്. ആ ഒരു ദുഃഖം എന്ന് പറയുന്നത് സഹിക്കാൻ വയ്യാത്ത ഒരു ദുഃഖമാണ്.
ഇപ്പം അത് എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മ മരിക്കുമ്പം, എൻ്റെ അമ്മയ്ക്ക് വലിയ വയസ്സൊന്നുമില്ല. എൻ്റെ അമ്മ മരിച്ചതുകൊണ്ട് എൻ്റെ അമ്മമ്മയ്ക്കും അപ്പൂപ്പനും ആദ്യത്തെ മകളായിരുന്നു. ഭയങ്കര ലാളനയായിരുന്നു. അപ്പം അവർ രണ്ടുപേരും എങ്ങനെ ഉടഞ്ഞ്, അങ്ങനെ ചുക്കുനൂറായിട്ട് അവരുടെ മനസ്സ് ഉടഞ്ഞു പോയി എൻ്റെ അമ്മ മരിച്ചപ്പോൾ. അത് എൻ്റെ കണ്ണിൽ കാണാൻ പറ്റി. 2-3 വർഷങ്ങളായിട്ട് അവരിങ്ങനെ ദുഃഖത്തിലായിരുന്നു. പിന്നെയാണ് കുറേശ്ശെ അതിൽ നിന്ന് വീണ്ടും വന്നത്. അതേപോലെ എൻ്റെ അമ്മയുടെ മരണമെന്ന് പറയുന്നത് ഞാൻ 11 വയസ്സിലായിരുന്നു, 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് മരിച്ചത് എൻ്റെ അമ്മ. അപ്പോൾ എനിക്ക് ഇത്രയും ദുഃഖം ഇല്ലെങ്കിലും എൻ്റെ കല്യാണത്തിന് പിന്നെ ഓരോ ദിവസവും ഞാൻ എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു സപ്പോർട്ടായിരുന്നേനെ, എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സപ്പോർട്ടായിരുന്നേനെ എന്ന് പറഞ്ഞ് ഓരോ ദിവസവും ഞാൻ വിചാരിച്ച് കരഞ്ഞിട്ടുണ്ട്. അപ്പം ഈ മരണമെന്ന് പറയുന്നതൊന്നും അത്ര എളുപ്പത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. പക്ഷേ പൊതുവേ നോക്കുമ്പം നമുക്കറിയാം, ഐ ആം നോട്ട് ദ ബോഡി, ഐ ആം നോട്ട് മൈ മൈൻഡ്, ഐ ആം ദ സോൾ. അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇപ്പം ഞാൻ വത്സല എന്ന് പറഞ്ഞാൽ അത് ഈ ദേഹമല്ല, ഈ എൻ്റെ മനസ്സുപോലുമല്ല, എൻ്റെ ഉള്ളിലുള്ള ആത്മാവാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുമാത്രമല്ല, അപ്പം ആത്മാവിന് മരണമില്ല. അപ്പം വത്സല എന്ന് പറയുന്ന ഈ ദേഹത്തിനാണ് മരണം. എൻ്റെ മനസ്സും ഇല്ലാതായി പോകും ക്രമേണ. അതേ സമയത്ത് എൻ്റെ ആത്മാവിന് യാതൊരു മരണവും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. എന്നാലും ഈ ഭൂലോകത്തിലെ, ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പം പല റിലേഷൻഷിപ്പും ഉണ്ടാകുമ്പം ഇങ്ങനെയൊക്കെ ഒരു മരണം വരുന്നത് ആരെക്കൊണ്ടും സഹിക്കാൻ വയ്യാത്ത ഒരു കാര്യമാണ്, എസ്പെഷ്യലി ആ പേരൻസിന്. ഓക്കെ. അപ്പം ഇങ്ങനെ 13 വയസ്സിൽ അവരുടെ മോന് പെട്ടെന്ന് മരണപ്പെട്ടു. അപ്പം ഈ അമ്മയും അച്ഛനും ഈ ഡോക്ടർ വെയ്സിൻ്റെ അടുത്ത് അടിക്കടി വരും, മനപ്രയാസം പറയാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എന്താ വെച്ചാൽ സൈക്യാട്രിസ്റ്റ് അല്ലയോ, അതുകൊണ്ട് അങ്ങനെ. അപ്പം അവർക്ക് ഒരു മകളുണ്ട്, അത് ഇപ്പം 12 വയസ്സ്. അങ്ങനെ ഒരു ദിവസം ഈ അമ്മയും അച്ഛനും ഈ 12 വയസ്സ് മോളും, ഇപ്പം അവർക്കൊരു കൈക്കുഞ്ഞുണ്ട്. ഓക്കെ. ആ മകൻ മരിച്ച പിന്നീട് ഉണ്ടായ ഒരു കൊച്ച്. ഈ കൈക്കുഞ്ഞിനെയും കൊണ്ട് ഇവർ 4 പേരും കുടുംബത്തോടെ ഡോക്ടർ ബ്രെയിൻ വെയ്സിനെ കാണാൻ വന്നു. അപ്പോൾ ഈ കൈക്കുഞ്ഞ് ഭയങ്കര ഷാഢ്യം ചെയ്തുകൊണ്ട് ആ അമ്മ ആ കൈക്കുഞ്ഞിനെ പാല് കൊടുക്കാൻ വേണ്ടി വേറൊരു മുറിയിലോട്ട് പോയി. അപ്പം ഈ അച്ഛനും 12 വയസ്സ് മകളുമാണ് നമ്മുടെ ഡോക്ടർ വെയ്സിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സംസാരിക്കണമല്ലോ. അങ്ങനെ ഡോക്ടർ വെയ്സ് ചുമ്മാതെ ഇങ്ങനെ ഡ്രൈവിങ്ങിനെക്കുറിച്ച് സംസാരിച്ചു, കാർ ഡ്രൈവിങ്ങിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ആ അച്ഛന് ഭയങ്കര അപ്സെറ്റായിപ്പോയി. മുഖമെല്ലാം വാടി ഒരുമാതിരിയായി. അപ്പം മുഖം കാണുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പം ഡോക്ടർ ചോദിച്ചു, എന്തു പറ്റി, എന്താ ഇങ്ങനെ ഇരിക്കുന്നേ എന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അങ്ങേര് പറഞ്ഞു, എൻ്റെ മകൻ നിങ്ങൾ ഡ്രൈവിങ്ങിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മകനെക്കുറിച്ച് ഓർത്തു പോയി. എൻ്റെ മകൻ ഇപ്പം ജീവിച്ചിട്ടുണ്ടെങ്കിൽ 15 വയസ്സായിരുന്നേനെ. ഞാൻ അവനെ ഡ്രൈവിങ് പഠിപ്പിച്ചു കൊടുത്തിരുന്നേനെ. ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടതാണ്, ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എൻ്റെ മകനെ എൻ്റെ അടുത്ത് വെച്ച് കൂടെ വെച്ച് ഡ്രൈവ് ചെയ്യണമെന്നൊക്കെ ഒരുപാട് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. അത് നടക്കാതെ പോയല്ലോ എന്നുള്ള മനപ്രയാസമാണ് ഡോക്ടർ എന്ന് പറഞ്ഞു. ഡോക്ടർക്ക് വല്ലാതായിപ്പോയി. നമ്മൾ കാഷ്വലായിട്ട് ഡ്രൈവിങ്ങിനെക്കുറിച്ച് എന്തോ ഒരു സംസാരം വന്നു, അത് ഇത്രയും ഇദ്ദേഹത്തിൻ്റെ മനസ്സിനെ ബാധിക്കുമെന്ന് അങ്ങേര് വിചാരിച്ചില്ല, ഡോക്ടർ വിചാരിച്ചില്ല. ശരി പോട്ടെ എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി. അതിനിടയ്ക്ക് ആ അമ്മ കൈക്കുഞ്ഞിന് പാല് കൊടുത്തിട്ട് കൊണ്ടുവന്നു. അപ്പം ഈ അച്ഛൻ കുഞ്ഞിനെ വാങ്ങിച്ചുകൊണ്ട് ഉറക്കാൻ കൊണ്ടുപോയി. അപ്പം അമ്മയും ഈ 12 വയസ്സ് മൂത്ത മോളുമാണ് അവിടെ ഹിപ്നോസിസിന് തയ്യാറാവുന്നത്. അപ്പം ഡോക്ടർ വെയ്സ് ഒരു കാര്യം പറഞ്ഞു,
അതായത് നിങ്ങളൊരു വലിയ ഒരു ബോക്സ് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്ക്. നിങ്ങൾ ഒരു വലിയ ഒരു ബോക്സ്, ഒരു പെട്ടി ഉള്ള പോലെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം. ആ പെട്ടിക്കകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ട്രഷർ എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ട്രഷർ നിങ്ങൾക്ക് വേണോ ഉണ്ടോ അതെല്ലാം ആ ബോക്സിലിടുന്ന പോലെ ഇമാജിൻ ചെയ്യും എന്ന് പറഞ്ഞു. ട്രഷർ ബോക്സ് എന്ന് വെച്ചാൽ ഒരു വലിയ ഒരു ബോക്സ്, ഒരു പെട്ടി. ആ പെട്ടിക്കകത്ത് നിങ്ങൾ ഒരു 10 പവൻ്റെ നെക്ലസ്സോ അല്ലെങ്കിൽ വൈരക്കമ്മലോ ഒരു 10 കോടി രൂപയോ അതൊക്കെയാണല്ലോ നമ്മൾ നിധി. ട്രഷർ എന്ന് വെച്ചാൽ നിധി പോലെ വലിയതായിട്ട് നമുക്ക് കിട്ടാനുള്ളതും കിട്ടിയാൽ കൊള്ളാമെന്ന് വിചാരിക്കുന്നതും കയ്യിലൊപ്പം തൽക്കാലം ഉള്ളതും അതെല്ലാം നിങ്ങൾ ആ ട്രഷർ ബോക്സിനകത്ത് ഇടുക എന്ന് പറഞ്ഞു. അപ്പം കുറച്ച് നേരം സമയം കൊടുത്തു. അപ്പം ഈ മകളും അമ്മയും തന്നെ ഒരു ബോക്സ് ഉണ്ടാക്കി മനസ്സിൽ സങ്കല്പിക്കുന്നതാണ് ഇതൊക്കെ. അപ്പം ബോക്സ് ഉണ്ടാക്കി അതിനകത്ത് എന്തൊക്കെയോ ഇടുന്നു. കുറേ നേരം കഴിഞ്ഞിട്ട് ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ എന്തോ ഇട്ടേ? അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ എൻ്റെ മോനെ കണ്ടു, എൻ്റെ മോൻ എൻ്റെ അടുത്ത് സംസാരിച്ചു. അതായത് 13 വയസ്സിൽ മരിച്ച മോനെ, ഞാൻ എൻ്റെ മരിച്ച മോനെ കണ്ടു, അവൻ എൻ്റെ കൂടെ സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പം എന്ത് സംസാരിച്ചു എന്ന് ഡോക്ടർ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, എൻ്റെ മകൻ പറഞ്ഞു, അമ്മ എന്നെ ആ ട്രഷർ ബോക്സിനകത്ത് ഇടരുത്, എന്നെ അവിടെ ഇടേണ്ട ആവശ്യമില്ല, ഞാൻ ഹാപ്പിയാണ്, ഞാൻ നിങ്ങളുടെ കൂടെയാണ്. അപ്പം എന്നെ ആ ബോക്സിനകത്ത് ഇടേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നാണ് ആ മകൻ പറഞ്ഞത്. ഇതുണ്ട്, ഐ സോ മൈ സൺ എന്നാണ് ആ സ്ത്രീ പറയുന്നത്. ഐ സോ മൈ സൺ ആൻഡ് ഹി വാസ് വെരി വിവിഡ് ആൻഡ് റിയൽ ടു മീ എന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് എൻ്റെ മോനെ നേരിട്ട് കാണുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പം ആ ട്രഷർ ബോക്സിനകത്ത് ഇട്ടപ്പം ദെൻ ഹി സ്പോക്ക് ടു മീ. അപ്പം ഞാൻ സത്യമായിട്ടും എൻ്റെ മകനെ നേരിട്ട് കാണുന്ന പോലെ കണ്ടു. ഞാൻ അവനെ ആ ബോക്സിനകത്ത് വെക്കാൻ നോക്കി. എന്താ വെച്ചാൽ അത് എൻ്റെ നിധിയാണ്, ഒരമ്മയുടെ നിധിയാണ് ആ കൊച്ച്. അപ്പോൾ ഞാൻ ആ ബോക്സിനകത്ത് ഇടാൻ നോക്കിയപ്പം യു ഡോണ്ട് ഹാവ് ടു പുട്ട് മീ. അപ്പം എൻ്റെ മകൻ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. യു ഡോണ്ട് ഹാവ് ടു പുട്ട് മീ ഇൻ ടു ദ ട്രഷർ ചെസ്റ്റ്. ആ ബോക്സിനകത്ത് എന്നെ ഇടേണ്ട ആവശ്യമില്ല. ഐ ആം വിത്ത് യു ഓൾ ദ ടൈം. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടമ്മ, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ കൂടെയും ഉണ്ട്. ഐ ലവ് യു ഓൾ. എനിക്ക് നിങ്ങളുടെ പുറത്തെല്ലാം സ്നേഹമുണ്ട്. ടെൽ ഡാഡി ഹീ ഈസ് റൈറ്റ്. അച്ഛൻ്റെ അടുത്ത് പറയണം, അച്ഛൻ വിചാരിക്കുന്നത് ശരിയാന്ന് പറയണം. അതായത് ഐ ലവ് ടു ഡ്രൈവ് വിത്ത് ഹിം. എനിക്കും അച്ഛൻ്റെ കൂടെ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി വെൻ ഹീ ഈസ് ബൈ ഹിംസെൽഫ്. അപ്പോൾ അച്ഛൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പം എനിക്ക് അച്ഛൻ്റെ കൂടെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മാ. അങ്ങനെ അതുകൊണ്ട് അച്ഛൻ വിഷമിക്കണ്ട, ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ട്, അമ്മയുടെ കൂടെ ഉണ്ട്, ഞാൻ ചേച്ചിയുടെ കൂടെ ഉണ്ട് എന്ന് ആ മകൻ പറഞ്ഞതായിട്ട് പറഞ്ഞു. അപ്പം ഇതൊക്കെ എങ്ങനെ ഒരു സംഭവമായിട്ടാണ് ഹിപ്നോസിസിൽ നടക്കുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് സത്യം തന്നെയാണ്. അപ്പോൾ ഡോക്ടറുടെ ബുക്കിൽ എഴുതിയിരിക്കുന്നതാണ്. അപ്പം ഇവർക്ക് ആ സ്ത്രീക്ക് ടെൽ ഡാഡി ഹീസ് റൈറ്റ്, അച്ഛൻ വിചാരിക്കുന്നത് ശരിയാണെന്ന് അച്ഛൻ്റെ അടുത്ത് പറയണം. ടെൽ ഡാഡി. ടെൽ വാട്ട്? എന്തിനാ ഡാഡി അടുത്ത് എന്തോ പറയാമെന്ന് ഉദ്ദേശിക്കുന്നേ എന്ന് ഈ അമ്മയ്ക്ക് ഒരു ഡൗട്ട്. അപ്പം ഈ ഡ്രൈവ് ചെയ്യുമ്പോഴെല്ലാം ഞാൻ കൂടെ ഉണ്ട് എന്ന് മകൻ പറഞ്ഞതായിട്ട് അമ്മ പറഞ്ഞാലും അതിൻ്റെ ലിങ്ക്, അതിൻ്റെ കണക്ഷൻ മനസ്സിലാകുന്നില്ല. ഡോക്ടർക്ക് ഉടനെ പിടികിട്ടി. എന്നുവെച്ചാൽ കുറച്ച് നേരത്തിന് മുമ്പാണ് എൻ്റെ മകൻ 15 വയസ്സായിരിക്കും, എൻ്റെ മകന് ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുത്തതിനെ ഞാൻ ഓടിക്കുമ്പോൾ എൻ്റെ മകനെയും വെച്ചുകൊണ്ട് ഓടിക്കണമെന്നൊക്കെ ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന കാലങ്ങളുണ്ടെന്നൊക്കെ അത്രയും ദുഃഖിച്ചാണ് ആ അച്ഛൻ പറഞ്ഞത്. അത് ആ സോൾ കേട്ടു, ആ മകൻ കേട്ടു. അതാണ് ആ മകൻ അമ്മയടുത്ത് പറയുന്നത്.
അപ്പം ഇത്രയൊക്കെ അപ്പം ശരിക്കും ആ അമ്മയ്ക്ക് ഈ ഡ്രൈവിങ്ങിൻ്റെയും മകൻ്റെയും അച്ഛൻ്റെയും ഒരു സംഭാഷണം അവിടെ നടന്നത് അറിഞ്ഞൂടല്ലോ. കുഞ്ഞിനെ പാല് കൊടുക്കാൻ വേണ്ടി അങ്ങ് കൊണ്ടുപോയില്ലേ. അപ്പം അവരില്ലാത്ത സമയത്താണല്ലോ ഈ കോൺവെർസേഷൻ നടന്നത്. അതുകൊണ്ടാണ് അവർക്ക് ആദ്യം പിടികിട്ടാത്തത്. പിന്നെ ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോഴത്തേക്ക് അവർക്ക് സമാധാനമായി. അച്ഛനും ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പം അവർക്ക് പിന്നെയും ആ ദുഃഖം വന്നെങ്കിലും ഇപ്രാവശ്യം അവർക്ക് നല്ല രീതിയിൽ ഹീലിംഗ് നടക്കുന്നു. അവരുടെ മനസ്സിനെ സംബന്ധിച്ചവരെ അവർക്കൊരു ഗുണപ്പെടുത്തുന്ന കാര്യമാണ്, ഹീലിംഗാണ് അവിടെ നടന്നത്. എന്നുവെച്ചാൽ മനസ്സിലുള്ള വ്രണം ഉണങ്ങാനുള്ള ആ മുറിവ് ഉണങ്ങാനുള്ള ഒരു ബാമായിട്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ അതിന് പിന്നെ അവർ കുറച്ച് ഓക്കെ, എൻ്റെ മകൻ എനിക്ക് മുമ്പ് എൻ്റെ കണ്ണിന് മുന്നേ വന്നു, ഐ ലവ് യു ഓൾ, ഐ ആം വിത്ത് യു, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് നമുക്ക് എന്തിനാണ് ദുഃഖിക്കുന്നത്, എൻ്റെ മോൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് അവർ 3 പേരും സമാധാനിച്ചു. അപ്പം അതാണ് പറയുന്നത്. അപ്പം മകൻ എവിടെ മരിച്ചു? മകൻ മരിച്ചിട്ടില്ല. മകനുള്ള ദേഹം മരിച്ചു, പക്ഷേ മകൻ്റെ ആത്മാവ് ഇപ്പോഴും ഉണ്ട് അവിടെ, ഹാപ്പി ആയിട്ടുണ്ട്. ആ ആത്മാവിന് നമ്മൾ സംസാരിക്കുന്നത്, നമ്മളുടെ ഫീലിങ്സ്, ഇതെല്ലാം നമുക്ക് ആ ആത്മാവിന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്, വി ആർ ഓൾ സ്പിരിച്വൽ ബീയിങ്സ്, വി ആർ ഓൾ capable of having direct psychic and mediumistic experience. അപ്പം നമുക്കും എല്ലാവർക്കും ഇങ്ങനത്തെ എക്സ്പീരിയൻസൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മളത് എത്ര ദൂരം പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിനകത്ത് അറിയേണ്ടത്. അപ്പം നമ്മളെ വിട്ട് പിരിഞ്ഞ് മരിച്ചു പോയ ആത്മാക്കൾ, അവർക്ക് നമ്മളുടെ കൂടെ സ്നേഹമുണ്ട്, അവർ നമ്മളെ വഴി നടത്തും. ഓക്കെ, ആ ഒരു സമാധാനത്തോടു കൂടി ഒരുപാടൊന്നും ദുഃഖിക്കാതെ അവർ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ ഒപ്പം ഉണ്ട്, നമ്മളെ വഴി നടത്തും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങ് പോവുക. അതാണ് അതിൻ്റെ ഒരു യുക്തി. പിന്നെ അടുത്തത്, ഇത് 13ാമത്തെ ചാപ്റ്ററാണ്. 13ാമത്തെ ചാപ്റ്ററിൽ ഒരുപാട് വലിയ ചാപ്റ്ററാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. എക്സ്ട്രോഡിനറി മെസ്സേജസ്. ഓർഡിനറി മെസ്സേജ് അല്ല, സാധാരണപ്പെട്ട മെസ്സേജ് അല്ല, എക്സ്ട്രോഡിനറി മെസ്സേജസ് ആണ് ഈ 13ാമത്തെ ചാപ്റ്ററിൽ ഡോക്ടർ വെയ്സ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 1 or 2 ഞാൻ പറഞ്ഞ് ഈ വീഡിയോ നിർത്താം, ബാക്കി അടുത്ത വീഡിയോയിൽ തുടരാം. ഓക്കെ, ഒരുപാടുണ്ട് ഇതിനകത്ത്. ഇതിൽ ഡോക്ടറുടെ പേഴ്സണലായിട്ടുള്ള 2 എക്സാമ്പിളാണ് ഫസ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രം ഞാൻ പറഞ്ഞ് നിർത്താം, ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ. അതായത് ഡോക്ടർ ബ്രെയിൻ വെയ്സിൻ്റെ ടീനേജ് ഡോട്ടർ, ആ പെൺകുട്ടിയുടെ പേര് ആമി. അപ്പം ഈ ആമിക്ക് ഡേവിഡ് എന്നൊരു ഫ്രണ്ടുണ്ട്. ഈ ഡേവിഡിൻ്റെ അപ്പൂപ്പൻ ഈ ഇടയ്ക്ക് എങ്ങാണ്ട് മരിച്ചു. അത് ഇങ്ങനെ പറയാം, അതായത് ഈ ആമിക്ക് ഒരു റീഡിങ് ചെയ്യാൻ നോക്കി. റീഡിങ് ആരാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഗിഫ്റ്റഡ് സൈക്കിക് ആൻഡ് മീഡിയം, ഒരു സൈക്കിക്, അതായത് ഒരു മിസ്റ്റിക്, അതായത് ഈ ആത്മീയതയിലൊക്കെ ഒരുപാട് ഉയർന്ന തലത്തിലുള്ള ഒരു ഹ്യൂമൻ ബീയിങ്, മനുഷ്യൻ. അങ്ങേര് ഒരു മീഡിയമായിട്ടും പ്രവർത്തിക്കാറുണ്ട്. ഇപ്പം ഡോക്ടർ വെയ്സിൻ്റെ കുഞ്ഞിന് ഒരു റീഡിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയും വലിയ ഫേമസ് ആയിട്ടുള്ള ഒരാളായിരിക്കും ഡോക്ടർ വെയ്സിൻ്റെ മോക്ക് റീഡിങ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം അങ്ങേരുടെ പേര് ചാർ. ഓക്കെ, അപ്പം അങ്ങേര് ഈ ആമിക്ക് ഈ ടീനേജ് ഡോട്ടറിന് റീഡിങ് ചെയ്യാൻ വേണ്ടി വന്നപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ന് വന്നു എന്ന് വെച്ചോണം, ഇതിൻ്റെ തലേ ദിവസം ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ വെയ്സിൻ്റെ ഭാര്യ കാരോളും കൂടെ ഒരു അന്തിമ ചടങ്ങ് ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. ഇത് ആരുടെ ഫ്യൂണറൽ എന്ന് പറഞ്ഞാൽ
അവരുടെ മകളായ ആമിയുടെ ഫ്രണ്ട് ഡേവിഡിൻ്റെ അപ്പൂപ്പൻ്റെ അന്തിമ ചടങ്ങിലാണ് ഇവർ ഡോക്ടർ വെയ്സും ഭാര്യയും പങ്കെടുക്കാൻ പോയത് തലേ ദിവസം. അടുത്ത ദിവസമാണ് ഈ ചാർ എന്ന് പറഞ്ഞ സൈക്കിക് ആൻഡ് മീഡിയം എന്നുള്ള വലിയ ഫേമസ് ആയിട്ടുള്ള ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരാൾ ഈ ആമിയെ റീഡിങ് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പം ചെയ്തപ്പം ആമിക്ക് ആമിയുടെ ഫ്രണ്ടായ ഡേവിഡിൻ്റെ അപ്പൂപ്പൻ്റെ പേര് ബസി എന്നാണ് അറിയപ്പെടുന്നത്. നിക് നെയിം, ഇരട്ടപ്പേര് ബസി. ബസീന്നോ ബിസിന്നോ എങ്ങാനും പറഞ്ഞ് വിളിക്കുമായിരിക്കും. അപ്പം ഈ ചാർ ആമിയുടെ അടുത്ത് ഇങ്ങനെ റീഡിങ് ചെയ്യുമ്പം ചാറിന് ഒരു മെസ്സേജ് കിട്ടുന്നു. ഐ ഹാവ് എ മെസ്സേജ് ഫോർ സമ്മൺ നെയിംഡ് ഡേവിഡ്. ഓക്കെ, എനിക്ക് ഡേവിഡ് എന്ന് പറഞ്ഞ ഒരാളിന് ഒരു മെസ്സേജ് കൊടുക്കാൻ എനിക്ക് എൻ്റെ മാസ്റ്റേഴ്സ് പറയുന്നു എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ഫ്രം ഹിസ് ഗ്രാൻഡ് ഫാദർ ഹൂസ് നെയിം ഈസ് ഹാവേർഡ്. അപ്പോൾ ഈ ഡേവിഡിൻ്റെ ഗ്രാൻഡ് ഫാദർ, അങ്ങേരുടെ പേര് ഹാവേർഡ്. ഈ ഡേവിഡിൻ്റെ അപ്പൂപ്പൻ്റെ ഹാവേർഡോ അല്ലെങ്കിൽ ഹാരോൾഡോ ഏതോ ഒരു പേരുള്ള അപ്പൂപ്പൻ്റെ അടുത്തു നിന്നാണ് മെസ്സേജ്. ശരിക്കും പറഞ്ഞാൽ ആ അപ്പൂപ്പനാണ് തലേ ദിവസം മരിച്ചത്. അതിൻ്റെ ഫ്യൂണറലിനാണ് ഇവർ രണ്ടുപേരും ഈ ഡോക്ടറും ഡോക്ടറുടെ ഭാര്യയും പോയത്. അപ്പം മരിച്ച ആ ഗ്രാൻഡ് ഫാദറിൻ്റെ മെസ്സേജാണ് ഉള്ളത് ആർക്ക്, ഈ ചാറിന് കിട്ടുന്നത്. She went on with uncanny accuracy. Amy had never known that Busy's name was Howard. അപ്പം ഈ ചാർന്നുള്ള ആളാണ് ഈ ആമിയുടെ റീഡിങ് ചെയ്യിപ്പിക്കുന്നത്. വെച്ചാൽ ഡോക്ടർ വെയ്സ് അദ്ദേഹത്തിൻ്റെ എല്ലാ പേഷ്യൻസിനും ചെയ്യുന്നുണ്ട്. പക്ഷേ സ്വന്തം മകൾക്ക് എന്ന് വരുമ്പോൾ അവർ ചെയ്യത്തില്ല. അതൊരു എത്തിക്സാണ്, അതൊരു റൂളാണ്. അതുകൊണ്ട് വേറൊരാളിൻ്റെ സഹായത്തോടു കൂടി ഈ റീഡിങ് ചെയ്യിപ്പിച്ചു. അപ്പോഴാണ് ഈ ആമി പറയുന്നത്, ആമിക്ക് ഈ ഡേവിഡിൻ്റെ അപ്പൂപ്പൻ വന്ന് പറയുന്നു. എന്ത് പറയുന്നു? ടെൽ ദം ദാറ്റ് ഹീ ലവ്സ് ദം ആൻഡ് ഹീ ഈസ് ഫൈൻ. അപ്പോൾ ഈ അപ്പൂപ്പൻ പറയുന്നു, നിങ്ങളെല്ലാവരുടെ പറയുക, ഞാൻ സന്തോഷമായിട്ട് ഇവിടെ ഉണ്ട്, ഞാൻ മരിച്ചു എന്ന് നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല, എനിക്ക് അവരെല്ലാവരെയും ഇഷ്ടമാണ്, ഇഷ്ടക്കേട് കൊണ്ടല്ല ഞാൻ മരണപ്പെട്ടത്, ഐ ലവ് ദം ആൻഡ് ഐ ആം വിത്ത് മാക്സ് ആൻഡ് സാം. അപ്പോൾ ഈ മരിച്ച ഈ ഡേവിഡിൻ്റെ അപ്പൂപ്പൻ പിതൃലോകത്ത് പോയി. അപ്പോൾ അവിടെ ഞാനിപ്പം മാക്സിൻ്റെ കൂടെയും സാമിൻ്റെ കൂടെയുമാണ് ഉള്ളത്, ഞാൻ വളരെ ഹാപ്പിയാണ് ഇവിടെ, അതുകൊണ്ട് നിങ്ങളാരും ദുഃഖിക്കണ്ട എന്നൊക്കെ പറയുന്നു. ഇത് ഈ ആമി പറയുന്നതാണ് ഹിപ്നോസിസ് ചെയ്തതാര്? ചാർന്ന് പറഞ്ഞ ഒരാൾ. അപ്പം ആർക്കുവേ ഈ മാക്സ് എന്ന് വെച്ചാൽ ആരാ, സാം എന്ന് വെച്ചാൽ ആരാന്ന് അറിഞ്ഞൂടാ. പിന്നെ ഇങ്ങനെ കേട്ട് അടുത്ത ദിവസം ഇവർ കണ്ടുപിടിച്ചതാണ് ഈ സാം, അതായത് ഈ മരിച്ച ആളിൻ്റെ മരിച്ച അപ്പൂപ്പനല്ലേ, ഡേവിഡിൻ്റെ അപ്പൂപ്പനല്ലേ മരിച്ചേ, ഈ മരിച്ച അപ്പൂപ്പൻ്റെ അച്ഛനാണ് സാം. അപ്പോൾ ഈ സാമിൻ്റെ ബിസിനസ് പാർട്ട്ണറാണ് മാക്സ്. ആൻഡ് മാക്സ് വാസ് സാംസ് ഗുഡ് ഫ്രണ്ട് ആൻഡ് ബിസിനസ് പാർട്ട്ണർ ഫോർ 25 years. അപ്പോൾ ഈ സാമും മാക്സും ബിസിനസ് പാർട്ട്നേഴ്സായിട്ട് 25 കൊല്ലം ബിസിനസ് ചെയ്തു. അവർ മരിച്ചു, അവരിപ്പം പിതൃലോകത്താണ്. ഇപ്പം ഈ ഡേവിഡിൻ്റെ അപ്പൂപ്പനും മരിച്ച് പിതൃലോകത്ത് പോയപ്പം അങ്ങേരുടെ അച്ഛനെ കണ്ടു, അങ്ങേരുടെ അച്ഛൻ്റെ ഫ്രണ്ടിനെ കണ്ടു. അങ്ങനെ ഇവർ 3 പേരും അവിടെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള സന്ദേശമാണ്, മെസ്സേജാണ് ഈ ഡോക്ടർ വെയ്സിൻ്റെ ടീനേജ് മകളായ ആമി വഴി ഈ ചാർന്നുള്ള ആൾ ഹിപ്നോസിസ് ചെയ്തപ്പം കിട്ടിയ മെസ്സേജ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ട് നോക്കണം.
അപ്പം ഇതെന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഇതെല്ലാം കണ്ടും കേട്ടും എന്ന് വെച്ചാൽ ഒരുപാട് ഡോക്ടർ വെയ്സ് അദ്ദേഹത്തിൻ്റെ പേഷ്യൻസിന് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഹിപ്നോസിസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി. അപ്പം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദിസ് ഇസ് വൈ വി ഷുഡ് നോട്ട് ബി അഫ്രൈഡ്. നമ്മൾ മരിക്കാൻ ഭയക്കരുത്. നമുക്ക് മരണമില്ല, നമ്മളുടെ ആത്മാവിന് യാതൊരു മരണവുമില്ല. അതുമാത്രമല്ല, നമ്മളുടെ കൂടെ ജീവിച്ച് ഇപ്പം മരിച്ച് പിതൃലോകത്തുള്ളവരെ കുറിച്ച് നമ്മൾ ഒരുപാടൊന്നും പ്രയാസപ്പെടരുത്. അവർ നമ്മളെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. അവർ വിചാരിച്ചാൽ നമ്മളെ ഇപ്പോഴും നല്ല രീതിയിൽ വഴി നടത്താൻ പറ്റും. നമ്മൾ ഏതോ കുറച്ച് നാളത്തേക്ക് ഈ ഭൂമിയിൽ ഈ ദേഹത്തിനകത്ത് വന്നിട്ടുണ്ട്. അതേ സമയത്ത് നമ്മളുടെ ആത്മായ്ക്ക് മരണമില്ല എന്നാണ് ഡോക്ടർ വെയ്സിൻ്റെ മെസ്സേജും ഡോക്ടർ വെയ്സ് മനസ്സിലാക്കിയതും. അതുതന്നെയാണ് സത്യവും, അതുതന്നെയാണ് ഞാനും പറയാനുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്കും ഇത് മനസ്സിലാകുമെന്നുള്ളതാണ്. അപ്പം നമ്മളുടെ കുടുംബത്തിൽ ആരെങ്കിലും വളരെ ക്ലോസ് ആയിട്ട് ആര് മരിച്ചാലും ദുഃഖം കാണും. ദുഃഖിക്കരുത്, സന്തോഷിക്കണം, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളുടെ ഈ കാര്യങ്ങൾ നമുക്ക് പിടികിട്ടണം, കാര്യങ്ങൾ മനസ്സിലാക്കി പോകണം, അത്രയേ ഉള്ളൂ. പിന്നെ ഒരുപാട് പേഷ്യൻസിനെ ഡോക്ടർ വെയ്സ് ഹിപ്നോസിസ് ചെയ്യുമ്പോഴെല്ലാം ഈ അവർ ഒരുപാട് സ്നേഹിച്ച് നല്ല ആത്മാക്കൾ മരിച്ച ആത്മാക്കൾ പറയുന്നതെല്ലാം ഒരേ സന്ദേശമാണ്. എന്തുവാ? ഐ ലവ് യു. അപ്പം മരിച്ച ഒരാത്മാവ് മറ്റേ ഇപ്പം ജീവിച്ചിരിക്കുന്ന ആളുടെ അടുത്ത് എന്തോ പറയുന്നത്? ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ട്, ഐ ആം ഫൈൻ, ഐ ലവ് യു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ഞാനിവിടെ പിതൃലോകത്ത് സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്, നീ നിങ്ങളെ നോക്കിക്കോ, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് ഡു നോട്ട് ഗ്രീവ് ടു മച്ച് ഫോർ മീ. എനിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് അളവിന് മീറി ദുഃഖിക്കരുത് എന്നാണ് പറയുന്നത്. ഒരേ സന്ദേശമാണ് എല്ലാവർക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ദുഃഖിക്കേണ്ടെന്നല്ല, എന്നാലും ഒരുപാട് അത് തന്നെ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴികൾ നോക്കുക എന്നാണ് അവർ നമ്മളുടെ അടുത്ത് പറയുന്നത്. അപ്പം ആ ആത്മായ്ക്കും മരണമില്ല, നമുക്കും മരണമില്ല. എന്ന് വെച്ചാൽ നമ്മളും ആത്മാക്കളാണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ വേറെ ഇനി ഒരു കാര്യം കൂടെ പറയാം. കാത്തറിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം. എന്നുവെച്ചാൽ കാത്തറിനാണ് ഡോക്ടർ വെയ്സിൻ്റെ ഫസ്റ്റ് ഹിപ്നോട്ടിക് പേഷ്യൻറ്റ്. അതിനെക്കുറിച്ച് ഇഷ്ടം പോലെ നമ്മൾ കണ്ടിട്ടുണ്ട് നേരത്തെ. ഓക്കെ, ഇതിന് മുന്നേ ഉള്ള ബുക്കിലും കാത്തറിനെ കുറിച്ചാണ് മൊത്തം പറഞ്ഞിട്ടുള്ളത്. അപ്പം കാത്തറിനെ ഹിപ്നോസിസ് ചെയ്തു. അതായത് കാത്തറിൻ വന്ന് ഭയം കൊണ്ടാണ് ഡോക്ടറെ കാണാൻ വന്നത്. ആസ്മ ഉണ്ടായിരുന്നു, വെള്ളത്തിനെ കണ്ട ഭയം. അതിനെല്ലാം ഈ ഹിപ്നോട്ടിക് തെറാപ്പി വഴി അവർക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടി. കാത്തറിൻ ഹാപ്പി ആയിട്ട് വളരെ നല്ല ഒരു വ്യക്തിയായിട്ട് ഡോക്ടറുടെ അടുത്ത് ഒന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് നേരെയായി പോയി. ഓക്കെ, അതാണ് ഫസ്റ്റ് പേഷ്യൻറ്റ് ഡോക്ടർക്ക്. ആ പേഷ്യൻ്റ് പറഞ്ഞതിൽ തന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റി. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ അതിനു മുന്നേ വരെ മറുജന്മം, റീഇൻകാർണേഷൻ, അതിനെക്കുറിച്ചൊന്നും ഡോക്ടർക്ക് യാതൊരു അറിവുമില്ലാതിരുന്ന ഒരു സൈക്യാട്രിക് ഡോക്ടറാണ് ഡോക്ടർ വെയ്സ്. ഓക്കെ, അപ്പം ഒരു പുതു ലോകം തന്നെ ഡോക്ടർ വെയ്സിൻ്റെ മുമ്പിൽ സൃഷ്ടിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പേഷ്യൻസുകൾ കാരണം. ഓക്കെ, ഇപ്പം ഇതിലെന്തുവാന്ന് വെച്ചാൽ ഡോക്ടർക്കും ഈ കാരോൾ എന്ന് പറയുന്ന ഡോക്ടറുടെ ഭാര്യയ്ക്കും ഫസ്റ്റ് ഉണ്ടായ കുഞ്ഞിൻ്റെ പേര് ആഡം എന്നാണ് പേര്. ഈ ആഡം എന്നുള്ള കൊച്ച് 1971 ജനിച്ച് കുറച്ച് നാളിൽ അങ്ങ് മരിക്കുന്നു എന്ന് പറയുന്നത് ആ കൊച്ചിൻ്റെ, അതായത് ഹാർട്ടിൽ ഒരു ഭാഗത്ത് നല്ല ബ്ലഡ് വരും, ഇനിയൊരു ഭാഗത്ത് ചീത്ത ബ്ലഡ് വരും. ചീത്ത ബ്ലഡിനെ ലങ്സിൽ കൊണ്ടുപോയി നേരെയാക്കും. പിന്നെ ലങ്സിൽ നിന്ന് നല്ല ബ്ലഡാക്കി, ഓക്സിജനേറ്റഡ് ബ്ലഡാക്കി ഈ ഭാഗത്ത് കൊണ്ടുവരും.
അങ്ങനെയാണ് ഈ സർക്കുലേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ തിരിഞ്ഞുപോയി എന്ന് വെച്ചാൽ നല്ല ബ്ലഡ്, ഓക്സിജനേറ്റഡ് ബ്ലഡ് വരേണ്ട സ്ഥലത്തും ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള ബ്ലഡ്, പ്യുവർ ബ്ലഡും ഇംപ്യുവർ ബ്ലഡും മാറി മാറിയാണ് വരുന്നത്. അങ്ങനെ ഒരു കൊച്ചും ജീവിക്കാൻ പറ്റത്തില്ല. എന്താ, ലങ്സിനും ഹാർട്ടിനും ഇടയിലുള്ള ഒരു പിഴയാണിത്. പിഴയെന്ന് വെച്ചാൽ ഒരു മിസ്റ്റേക്ക്. ഓക്കെ, അത് 1 കോടി കുഞ്ഞുങ്ങളുണ്ടായാൽ അതിൽ ഒരു കുഞ്ഞിന് ഇങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ട്. 10 മില്യൺ ബർത്തിൽ ഒരു ബർത്ത് ചിലപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു പോകാം. അതായത് പൾമനറി ആർട്ടറിയും പൾമനറി വെയിനും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റായിട്ടുള്ള കണക്ഷനിൽ പോയി അങ്ങനെ ജനിക്കുന്ന കൊച്ചുങ്ങൾ. ഓക്കെ, അതിങ്ങനെ 10 മില്യൺ, അതായത് 1 കോടി കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അതിൽ ഒരു കുഞ്ഞിന് ചിലപ്പോൾ ഇങ്ങനെ ചില തെറ്റുകൾ വരുന്നു. അതിനും ഈ കൊച്ചിനെ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തു. ഈ ആഡം എന്ന് പറഞ്ഞ ന്യൂ ബോൺ ചൈൽഡിന് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തു. എന്നിട്ടും ആ കൊച്ച് മരിച്ചു. അടുത്ത വർഷം തന്നെ ഇവർക്ക് ജോർഡാൻ എന്ന് പറഞ്ഞ് ഇനിയൊരു കൊച്ചുണ്ടായി. ഓക്കെ, അപ്പം അങ്ങനെ പിന്നെയാണ് അവർക്ക് വേറൊരു പെൺകൊച്ചുണ്ടായത്. ആ പെൺകൊച്ചിനെ ഈ ഡോക്ടർ വെയ്സിൻ്റെ അച്ഛൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത്. അതായത് ഡോക്ടർ വെയ്സിൻ്റെ അച്ഛൻ വെയ്സിൻ്റെ അച്ഛൻ 1979 മരിച്ചു. അവരുടെ അച്ഛൻ അതും ഹാർട്ട് പ്രോബ്ലത്തിലാണ് മരിച്ചത്. മരിച്ചിട്ട് ഒരു 4 മാസം കഴിഞ്ഞാണ് ഈ ആമി, ഈ റീഡിങ് ചെയ്തില്ലയോ, ഈ ആമി എന്നുള്ള പെൺകൊച്ച് ജനിച്ചത്. ഈ ആമിക്ക് ഡോക്ടർ വെയ്സിൻ്റെ അച്ഛൻ്റെ പേര് തന്നെയാണ് ഇട്ടത്. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ ആണ് കാര്യങ്ങൾ. ഇപ്പം ഇതിൽ എന്തുവാ പറയാമെന്ന് പറഞ്ഞാൽ, അതായത് കാത്രിൻ്റെ ഹിപ്നോതെറാപ്പി നടന്നുകൊണ്ടിരുന്നപ്പം കാത്രിൻ ഇതെല്ലാം ഡോക്ടറുടെ കാര്യങ്ങളിൽ, ഡോക്ടറുടെ മകൻ ഫസ്റ്റ് സൺ മരിച്ചത് എന്തുകൊണ്ട് മരിച്ചു, അവരുടെ അച്ഛൻ മരിച്ചതിൻ്റെ കാരണം, പിന്നെ രണ്ടാമത്തെ കുഞ്ഞ് ജോർഡൻ ഉണ്ടായത്, മൂന്നാമത് ഈ ആമി ഉണ്ടായത്, ഈ കാര്യങ്ങളെല്ലാം അങ്ങനെ പറയുന്നു കാത്രിൻ്റെ ഹിപ്നോതെറാപ്പി സമയത്ത്. അപ്പം ഡോക്ടർക്ക് അങ്ങനെ അതിശയിച്ചു പോയി. എന്നുവെച്ചാൽ കാത്രിൻ എന്നുള്ള ഒരു പേഷ്യൻ്റാണ് ഡോക്ടറെ അടുത്ത് വരുന്നത് ഹിപ്നോതെറാപ്പിക്ക്. ഡോക്ടറിനെ കുറിച്ച് പോലും കാത്രിന് ഒരുപാട് അറിഞ്ഞൂടാ. അപ്പം ഡോക്ടറുടെ മകനാര്, എപ്പം മരിച്ചു, എപ്പം ജനിച്ചു, അടുത്ത കുഞ്ഞ് എപ്പം ജനിച്ചു, അച്ഛൻ എപ്പം മരിച്ചു, അടുത്ത ആമി എന്നുള്ള പെൺകുച്ച എങ്ങനെ പറഞ്ഞു, ആ ആമിക്ക് അച്ഛൻ്റെ പേരാണ് ഇട്ടത്, ഇതെല്ലാം ആ കാത്രിൻ എന്നുള്ള പേഷ്യൻറ്റിന് അറിയാൻ യാതൊരു സാധ്യതയും ഇല്ല. എന്നിട്ടും കാത്രിൻ്റെ ഹിപ്നോതെറാപ്പി സമയത്ത് അവൾ ഇതെല്ലാം മനസ്സിലാക്കി പറഞ്ഞപ്പം ഡോക്ടർക്ക് അതിശയം, വിശ്വസിക്കാനേ വയ്യ. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നു, ഹൂ ഈസ് ദെയർ, ആരുണ്ട് നിങ്ങൾക്ക് ഇത്രയും കഥകൾ പറയാൻ? നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഒന്നുമേ അറിഞ്ഞുകൂടാ, എൻ്റെ ഫാമിലിയെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ, ആരാണ് നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങളെ പറയിപ്പിക്കുന്നത്? ഹൂ ടെൽസ് യു ദീസ് തിങ്സ് എന്ന് ചോദിക്കുന്നു. അപ്പം എപ്പോഴും കാത്രിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടും. എന്താ വെച്ചാൽ ഇങ്ങനെ എത്തി നമ്മൾ നല്ല രീതിയിൽ നോക്കാൻ ശ്രമിക്കുന്നില്ലേ, അതുപോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തലയൊക്കെ ആട്ടി നോക്കിയിട്ട് ആരാ ഇത് പറയുന്നേ? മാസ്റ്റേഴ്സാണ് എനിക്ക് പറയുന്നത്, ദ മാസ്റ്റേഴ്സ് എന്ന് അവൾ വളരെ സോഫ്റ്റായിട്ടുള്ള ഇതിൽ പറയുന്നു. ദ മാസ്റ്റർ സ്പിരിറ്റ്സ് ടെൽ മീ, മാസ്റ്റേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന സ്പിരിറ്റ്സാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ദേ ടെൽ മീ ഐ ഹാവ് ലിവ്ഡ് 86 times ഇൻ ഫിസിക്കൽ സ്റ്റേറ്റ്. എൻ്റെ അർത്ഥം എന്തുവാ? കാത്രിൻ 86 ജന്മം ഈ ഭൂമിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് എന്ന് പറയുന്നു.
അങ്ങനെ അപ്പോഴാണ് ഡോക്ടർ വെയ്സിന് തന്നെ മാസ്റ്റേഴ്സ് എന്നൊക്കെ ഉണ്ടോ, അവരൊക്കെ ഈ ഹിപ്നോതെറപ്പി ചെയ്യുമ്പോഴത്തേക്ക് അവരൊക്കെ വന്ന് നമ്മളെ അടുത്ത് പറയുന്നുണ്ടോ എന്നുവെച്ചാൽ ഇത്രയും കൃത്യമായിട്ട് കൃത്യമായിട്ട് കാത്തറിന് ഡോക്ടറുടെ മക്കളെക്കുറിച്ചും ഡെത്തിനെക്കുറിച്ചും ഒക്കെ പറയാൻ പറ്റുമെങ്കിൽ കാത്തറിൻ അല്ല ഇത് പറയുന്നത്, സത്യമായിട്ടും ഒരു ഉയർന്ന തലത്തിലുള്ള സ്പിരിറ്റ് ഗൈഡ് അല്ലെങ്കിൽ മാസ്റ്ററാണ് അവളെ ഹിപ്നോസിസ് ചെയ്യുമ്പം പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതാണ് അവൾ ഈ ഉറക്കത്തിൽ പകുതി മയക്കത്തിലിരിക്കുമ്പോൾ അവൾ പറയുന്നു എന്നുള്ളത് ഡോക്ടർക്ക് മനസ്സിലായി. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഈ മാസ്റ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് നമുക്ക് കിട്ടാൻ ഉള്ള മെസ്സേജസ്. ഓക്കെ, ഇനി കുറേ കൂടെ ഉണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2-3 കാര്യങ്ങളും കൂടെ ഈ ചാപ്റ്ററിലുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, നന്ദി, നമസ്കാരം.